പഴംപൊരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ പലർക്കും പഴംപൊരി തയ്യാറാക്കി എടുക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല. അതേപോലെ തന്നെ തട്ടുകട രീതിയിൽ പഴംപൊരി തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മൾ മാവ് ഒരുപാട് നേരം കലക്കി വെച്ചിട്ട്, അതായത് 5-6 മണിക്കൂറൊക്കെ മാവ് തയ്യാറാക്കിയിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് പഴംപൊരി പലപ്പോഴും നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മാവ് തയ്യാറാക്കി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തട്ടുകട സ്റ്റൈലിൽ എങ്ങനെ പഴംപൊരി തയ്യാറാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര അളവിലാണ് പഴം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഈ മൈദയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ 2 കപ്പ് മൈദയിലേക്ക് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് മൈദയ്ക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി എന്നുള്ള ഒരു ലെവലിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് മൈദ ആയതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാരയാണ്. അപ്പോൾ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഉപ്പിനേക്കാളും കൂടുതൽ മുന്നിട്ട് നിൽക്കേണ്ടത് മധുരമാണ്. അപ്പോൾ നമ്മൾ ഉപ്പിനേക്കാൾ അധികമായിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് മൈദയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിലുള്ള പഞ്ചസാര ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ അളവിൽ ഉപ്പും കൂടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ അളവിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചൂടുള്ള പാലൊന്നുമല്ല, തണുത്ത പാലാണുള്ളത്. അപ്പോൾ 1/2 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് അളന്ന് ഒഴിച്ചു കൊടുക്കുക. അതായത് വെള്ളം അധികമാവാനും പാടില്ല, കുറയാനും പാടില്ല. അതുകൊണ്ട് ആദ്യം ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പാലും അതേപോലെ തന്നെ 1 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മാവ് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇനിയും ചൂടുവെള്ളം ആവശ്യമുണ്ടായിരിക്കും കേട്ടോ. നമുക്കിപ്പോൾ ഏകദേശം 2 കപ്പ് മൈദയിലേക്ക് ഒരു 3 കപ്പ് ചൂടുവെള്ളമെങ്കിലും ആവശ്യമുണ്ടായിരിക്കും. അതിൽ നമ്മൾ 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാൽ ചേർക്കണില്ലെങ്കിൽ ഏകദേശം നമ്മൾ ഒരു 3.5 മുതൽ 4 കപ്പ് വരെ വെള്ളം ചൂടാക്കി വെക്കണം. അപ്പോൾ പാൽ ചേർത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കപ്പ് വെള്ളം മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒന്നാകെ ഒഴിച്ചു കൊടുക്കാണ്ട് കുറേശ്ശെയായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നാലും നമുക്ക് നല്ലപോലെ കലക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒന്നാകെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് തെറ്റുകയും ചെയ്യും. അതേപോലെ തന്നെ മാവ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ വരില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കപ്പ് വെള്ളം ചൂടാക്കിയിട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കലക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാലും ചൂടുവെള്ളം അടക്കം ഇപ്പോൾ 2 കപ്പ് മൈദയിലേക്ക് ഒരു 3.5 കപ്പ് നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കുക. അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടിയിട്ട് മാവ് ഒരുപാട് ലൂസാവുകയാണെങ്കിൽ നമുക്ക് പഴംപൊരി ഡിപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് പഴംപൊരിയുമ്മൽ മാവ് നല്ലപോലെ നമുക്കൊന്ന് പിടിക്കൊന്നുമില്ല. അപ്പോൾ കോട്ട് ചെയ്ത് കിട്ടുമ്പോൾ നല്ലപോലെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് കട്ടിയിൽ വേണം നമ്മൾ കുറുക്കിയെടുക്കാനായിട്ട്. എന്നാലേ നമുക്ക് അധികം കട്ടിയാവാനും പാടില്ല. അപ്പോൾ അതേ ഒരു ലെവലിൽ നമ്മൾ നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ കട്ടല്ലാണ്ട് നല്ലപോലെ കലക്കിയെടുക്കുക. ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കട്ടല്ലാണ്ട് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കണം. എന്നാലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരി തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മളിതിങ്ങനെ കലക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉപ്പ് അതേപോലെ തന്നെ പഞ്ചസാരയൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഉപ്പും പഞ്ചസാരയൊക്കെ കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് മഞ്ഞ കളറ് കുറഞ്ഞൊന്ന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് മഞ്ഞ കളർ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു ഓപ്ഷണലാണ്, നമുക്ക് പഴംപൊരിക്ക് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി മാത്രം ചേർക്കുന്നതാണ്. അപ്പം മാവ് ഇപ്പോൾ ഇവിടെ നല്ലപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് മാത്രം മൂടി വയ്ക്കുന്നുണ്ട്. ആ വെള്ളത്തിൻ്റെ ചൂടൊന്ന് ആറുന്ന വരെ മാത്രം 10 മിനിറ്റ് മാത്രം മൂടി വയ്ക്കുക. ഇനി നമുക്ക് പഴംപൊരി തയ്യാറാക്കി എടുക്കാൻ പോകുന്നു. അപ്പോൾ പഴംപൊരി തയ്യാറാക്കുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് ഇത് 1/4 ടീസ്പൂണിനേക്കാളും കുറഞ്ഞ അളവിൽ നമുക്ക് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ അളവ് ആവശ്യമില്ല, അതിനേക്കാളും കുറഞ്ഞ അളവിൽ നമുക്ക് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ സോഡാപ്പൊടി നമ്മൾ പഴം പൊരിക്കുന്ന ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ സോഡാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കുറേ നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ പഴംപൊരി തയ്യാറാക്കുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഞാനിപ്പോൾ ഇവിടെ ഒരു 5 പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ പഴം ഒരു മീഡിയം സൈസ് പഴമാണ് കേട്ടോ. അപ്പോൾ പഴം നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ചെറുതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എത്ര പീസാക്കിയിട്ട് മുറിക്കണം എന്നുള്ളത് വലിപ്പത്തിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസ് ആയതുകൊണ്ട് ഇതൊരു 3 സ്ലൈസ് ആക്കിയിട്ട് മുറിക്കാനേ പറ്റുള്ളൂ.
അപ്പോൾ നമ്മൾ എടുക്കുന്ന പഴത്തിനനുസരിച്ച് നമ്മൾ സ്ലൈസ് തീരുമാനിക്കാം. നമുക്ക് നല്ല വലിയ പഴമൊക്കെ ആണെങ്കിൽ നമുക്ക് 4ഒക്കെ ആക്കിയിട്ട് മുറിച്ചെടുക്കാം. അതേപോലെ തന്നെ ഇതേപോലെ നീളത്തിൽ പഴം പൊരിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് നടുവിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഈ ഒരു പഴത്തിന് 6 പീസാക്കിയിട്ടും പൊരിച്ചെടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന പഴം നല്ലപോലെ പഴുത്ത പഴമായിരിക്കണം, എന്നാലാണ് പഴംപൊരിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പഴം ഇങ്ങനെ പഴുക്കാത്ത പഴം എടുക്കുമ്പോഴാണ് പഴംപൊരിക്ക് അത്ര ഒരു ടേസ്റ്റ് ഒന്നും ഇല്ലാത്തത്. അപ്പോൾ നല്ലപോലെ പഴുത്ത പഴം എടുത്തിട്ട് വേണം നമ്മൾ പഴംപൊരി തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പഴം ഇവിടെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മാവിൽ മുക്കിയിട്ട് ഒന്നൊന്നായിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ മാവിൽ മുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും പഴത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ മാവ് എത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നല്ലപോലെ ഡിപ്പ് ചെയ്ത് കിട്ടും. ഇനി നമുക്ക് ചൂടായ ഓയിലിലിട്ടിട്ട് നമുക്ക് പൊരിച്ച് കോരിയെടുക്കാം. ഇനി നമ്മുടെ പാന് നമുക്കിവിടെ സ്റ്റവ്വിൽ വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം വേണം നമ്മൾ പഴം സ്ലൈസസ് നമ്മളിപ്പോൾ മാവിൽ മുക്കിയത് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാവാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ആവശ്യത്തിന് നമ്മുടെ പാനിൻ്റെ ഒരു വലിപ്പം അനുസരിച്ച് നമ്മൾ എത്ര സ്ലൈസസ് ഇട്ട് കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കാം. എന്നാലും നമ്മൾ ഓവറായിട്ട് നമ്മൾ സ്ലൈസസ് ഇട്ട് കൊടുക്കാണ്ടിരിക്കുകയാണ് കൂടുതലും നല്ലത്. നമ്മൾക്ക് ആവശ്യത്തിനുള്ള പഴത്തിൻ്റെ പീസ് മാത്രം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പൊരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സൈഡ് നമുക്ക് നല്ലപോലെ കളർ ചേഞ്ച് വന്നു എന്ന് കണ്ടാൽ നമുക്ക് മറ്റേ സൈഡ് നമുക്കിതുപോലെ മറിച്ചിട്ടിട്ട് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ പഴംപൊരി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വീർത്ത് വരും. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും താങ്ക്സ്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.